പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് വിദേശ സന്ദർശനത്തിലായിരുന്നു. അപ്പോൾ പ്രധാനമായിട്ട് പല രാജ്യങ്ങളും സന്ദർശിച്ചു. ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് അങ്ങനെ തുടങ്ങിയ പല രാജ്യങ്ങളും സന്ദർശിച്ചു. പക്ഷേ എല്ലായിടത്തും പോയിട്ട് വന്നപ്പോൾ ഒരു കാര്യം ഇപ്പോൾ ലോകമെമ്പാടും ഒരു ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യം അത് എങ്ങനെയുള്ളതാണെന്നുള്ളത്. കാരണം മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് അല്ലെങ്കിൽ പ്രസ് മീറ്റ് നടത്തിയിട്ട് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ പ്രധാനമന്ത്രി തയ്യാറാവുന്നില്ല എന്നുള്ളത്. വിദേശ രാജ്യത്ത് അവർ പോവുകയാണെങ്കിൽ മോദിയെ കാണാൻ എല്ലാവരും വരും. അതായത് ഒരുപാട് ആൾക്കാർ വരും. കൂടുതൽ മാധ്യമ പ്രവർത്തകരുണ്ടാവും, അന്താരാഷ്ട്ര മാധ്യമ പ്രവർത്തകരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് പോവുക എന്നല്ലാതെ, മോദിയെ കാണുക, തിരിച്ചു വരിക എന്നല്ലാതെ ചോദ്യങ്ങൾ ചോദിക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും നടക്കില്ല. കാരണം അതിന് ഉള്ള അനുവാദം ഇല്ല. മോദിക്ക് ഒന്നാമത് മാധ്യമ പ്രവർത്തകരെ കാണാൻ പറ്റില്ല. ആകെ നടക്കുന്നത് എന്താണ്? പ്രസംഗങ്ങളും മൻ കി ബാത്ത് ഉണ്ട്, പിന്നെ പ്രസംഗങ്ങൾ ഉണ്ടാവും എവിടെയെങ്കിലുമൊക്കെ, അതൊക്കെ നോക്കി വായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അല്ലാതെ ഉണ്ട്. പിന്നെ കുറെ അറിയിപ്പുകൾ പറയും. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അല്ലാതെ മാധ്യമ പ്രവർത്തകരെ നേരിൽ കാണാനോ ഒന്നിനും മോദി തയ്യാറാവുന്നില്ല. എന്തുകൊണ്ടായിരിക്കും മോദി ഇപ്പോഴും മാധ്യമ പ്രവർത്തകരെ പേടിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, അത് പേടിയാണെന്ന് പറയാനാകില്ല. ഒരു രീതിയിൽ നോക്കിയാൽ ഒരു ഏകാധിപത്യ സ്വഭാവമാണ്. ഏകാധിപതിയാണെങ്കിലും മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നതിന് അതിനുള്ള മറുപടി കൊടുക്കാൻ പറ്റണ്ടേ? അല്ല, ഒരു കാലത്തും മാധ്യമ പ്രവർത്തകർ മോദിയെ അനുകൂലിച്ച്, ഞാൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ പറ്റിയല്ല പറയുന്നത്, അതിനു മുൻപ് ഗുജറാത്ത് കലാപമൊക്കെ നടക്കുന്ന കാലത്ത് മാധ്യമ പ്രവർത്തകരെല്ലാം തന്നെ അദ്ദേഹത്തിനെതിരായ നിലപാടായിരുന്നു എടുത്തത്. അദ്ദേഹത്തെ ഒരു നെഗറ്റീവ് ക്യാരക്ടറായി ക്രിയേറ്റ് ചെയ്തു. അതവിടെ ക്രിയേറ്റ് ചെയ്തതാണോ സത്യമാണോ എന്നുള്ളത് മറുവശമാണ്. ക്രിയേറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ അദ്ദേഹം അധികാരത്തിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഇദ്ദേഹം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി വരുമ്പോൾ മാധ്യമ പ്രവർത്തകരുടെ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ഒന്നും സപ്പോർട്ടോട് കൂടിയല്ല ഞാൻ ഇറങ്ങുന്നത്. അപ്പോൾ എനിക്ക് ഈ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ആവശ്യമില്ല എന്നൊരു നിലപാടാണ് മാധ്യമപ്രവർത്തകരിലൂടെ വേണ്ട എനിക്ക് ജനങ്ങളെ അറിയാൻ എന്നുള്ളൊരു സംഭവം. അത് ഒരു പലതവണ അല്ലെങ്കിൽ ഒന്നിലധികം തവണ മോദി തന്നെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ജനങ്ങളുമായി, ഇന്ത്യ എന്ന് പറയുന്നത് കൂടുതലും ഗ്രാമീണ മേഖലയും ഗ്രാമത്തിലെ ജനങ്ങളുമാണ്, അവരുമായി സംസാരിക്കാൻ എനിക്കൊരു മീഡിയേറ്ററിന്റെ ആവശ്യമില്ല, എനിക്ക് ഡയറക്റ്റ് സംസാരിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നില്ല എന്ന് പറയുന്നുണ്ട്. അല്ലാതെ പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന BJP-യുടെ ഇപ്പോൾ നടക്കുന്ന അഴിമതി പ്രശ്നങ്ങളും 2-3 സംസ്ഥാനങ്ങളിലെ അഴിമതി കാര്യങ്ങളും, അല്ലാതെ അയോധ്യ കൊള്ളയും, പിന്നെ ബീഹാർ അല്ലെങ്കിൽ മണിപ്പൂരിലുള്ള സംഘർഷവും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉള്ളത് കൊണ്ടല്ല. അല്ല, അത് പറയുന്നുണ്ടല്ലോ ആദ്യം മുതൽ തന്നെ. അതിന്റെ അകത്താണ് ഒരു പ്രധാനമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അദ്ദേഹം അധികാരത്തിലേക്ക് വരുമ്പോൾ ഒരു മാധ്യമത്തിന്റെയും പിന്തുണ എനിക്കുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഒരു മാധ്യമ സ്ഥാപനത്തിന്റെയോ മാധ്യമ പ്രവർത്തകരുടെയോ പിന്തുണ എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ അധികാരത്തിൽ വന്നാൽ ഞാൻ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുക, അവരെ അഡ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന നിലപാട് ആദ്യം മുതൽ. ഇവർ ഈ പറയുന്ന BJP-കാർ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു റെക്കോർഡ് ഉണ്ടല്ലോ, ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡ് തകർത്ത ആളാണ് മോദി എന്നുള്ളത്. അപ്പോൾ ഇദ്ദേഹത്തിന് സ്വന്തമായി മറ്റൊരു റെക്കോർഡ് കൂടിയുണ്ട്. അധികാരത്തിലേറി 12 വർഷം കഴിയുമ്പോൾ മാധ്യമ പ്രവർത്തകരെ അഡ്രസ് ചെയ്തില്ല എന്നൊരു റെക്കോർഡ് കൂടി, ഒരു തവണ പോലും ചെയ്തില്ല എന്ന് പറയുന്ന ഒരു റെക്കോർഡ് കൂടിയുണ്ട്. പല വിഷയങ്ങൾ പറയുമ്പോൾ നമുക്കറിയാം, പല ആളുകൾ, പ്രത്യേകിച്ച് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്നത് മോദിയെയും നെഹ്റുവിനെയും ഒരുമിപ്പിക്കുക അല്ലെങ്കിൽ ഒരേ ത്രാസിൽ വെച്ച് തൂക്കരുത്. 12 വർഷത്തിന്റെ കാര്യം പറയുമ്പോൾ പോലും പലരും പറഞ്ഞു, അതെങ്ങനെയാണ് മോദിയും നെഹ്റുവും ഒരുപോലെ ആകുന്നത്? മോദിക്ക് കിട്ടിയ ഇന്ത്യ എന്തായിരുന്നുവെന്നും നെഹ്റുവിന്റെ കയ്യിൽ കിട്ടുമ്പോൾ ഇന്ത്യ എന്തായിരുന്നു എന്ന് പറയുന്ന ഒരു പ്രധാന വ്യത്യാസമുണ്ടല്ലോ. ആ വ്യത്യാസങ്ങളൊക്കെ കണ്ട് ഇവരെ രണ്ടുപേരെയും ഒരു ത്രാസിൽ തൂക്കരുത് എന്ന് പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് 12 വർഷമായി ഒരു തവണ പോലും മാധ്യമ പ്രവർത്തകരെ കാണില്ല. ഇനി എന്തെങ്കിലും കാര്യം പറയാനുണ്ട് എങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല, എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ട് പോകുമെന്ന ഒരു നിലപാടാണ്. പിന്നെ ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യത്തെ പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ട കാര്യം, ഭരിക്കുന്ന പാർട്ടിക്ക്, കേന്ദ്രം ഭരിക്കുന്ന പ്രത്യേകിച്ച് BJP-ക്കെതിരായി നിരന്തരം വാർത്ത ചെയ്യുകയാണെങ്കിൽ ആ ഒരു മാധ്യമ സ്ഥാപനത്തിൽ റെയ്ഡ് നടത്തുകയും അതിൽ എത്രത്തോളം അവരെ ബുദ്ധിമുട്ടിക്കാമോ അത്രത്തോളം ബുദ്ധിമുട്ടിക്കുകയും അവസാനം അവരെ ചാനൽ പോകുന്ന ഒരു സാധ്യത. അല്ല, ഒന്നുകിൽ അത് പൂട്ടിക്കും അല്ലെങ്കിൽ വിൽക്കുമ്പോ വാങ്ങുന്നത് മുംബൈയിൽ നിന്നൊക്കെ BBC, അത് ഗുജറാത്ത്, എനിക്ക് തോന്നുന്നു ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെന്ററി റിലീസ് ചെയ്തതിനെ തുടർന്നാണ് അവിടെ അത് നടക്കുന്നു. അതിനുശേഷം അത് ഒരു ചാനലല്ല, ഏത് മാധ്യമ സ്ഥാപനമാണോ മോദിക്കും BJP-ക്കും എതിരെ സംസാരിക്കുന്നത്, നമ്മൾ എപ്പോഴും പറയാറുണ്ട്, മോദിക്കെതിരെ ശബ്ദിക്കുന്നവരെയൊക്കെ ED വിട്ട്, അല്ലെങ്കിൽ BJP-ക്കെതിരെ വരുന്നവരെയൊക്കെ ED വിട്ട് ചെയ്യുന്ന ഒരു രീതി മാധ്യമ സ്ഥാപനങ്ങൾ സ്ഥിരമായി റെയ്ഡ് ചെയ്യുക, അവസാനം സഹികെട്ട് അവരൊന്നെങ്കിൽ ആ ചാനൽ വിടുക. അത് വിൽക്കുകയാണെങ്കിൽ മോദിയുമായി അടുത്ത് നിൽക്കുന്ന, അങ്ങനെ പോയ ചാനലുകളെല്ലാം വാങ്ങുന്നത് മോദിയുമായി അടുത്ത് നിൽക്കുന്ന ഗോദി മീഡിയകളോട് മാത്രമാണ്, മോദിയെ വാനോളം പുകഴ്ത്തുന്ന ആളുകളോട് മാത്രമാണ് മോദിക്ക് താല്പര്യം. പക്ഷെ അതൊന്നും ശരിയല്ല. പിന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര പോകുമ്പോൾ സാധാരണ പ്രധാനമന്ത്രിമാരെല്ലാം
പാർലമെന്റിൽ അത് പറയാറുണ്ട്, അല്ലെങ്കിൽ പാർലമെന്റിൽ വന്ന് പോയ കാര്യം ഇതാണ്, ഇത്തരം നമ്മുടെ രാജ്യത്തിന് ഇത്തരം ഗുണങ്ങളുണ്ടാകും, ഇവർക്ക് കറങ്ങി നടക്കാൻ വേണ്ടിയല്ല സാധാരണക്കാരായ ഞാനും ചേട്ടനും അടങ്ങുന്നവർ നൽകുന്ന നികുതി പണം എന്ന് പറയുന്നത് ഇവർക്ക് കറങ്ങി നടക്കാനോ ആഘോഷിക്കാനോ അല്ല, അത് നമ്മുടെ രാജ്യത്തിന് എന്ത് ഗുണം കൊണ്ടുവരാൻ കഴിയും എന്നുള്ള കാര്യം പറയേണ്ടതുണ്ട്. പക്ഷെ അതുപോലും മോദി പാർലമെന്റിൽ പറയാറില്ല. അത് പിന്നെ ചിലപ്പോൾ BJP ഏതെങ്കിലുമൊക്കെ അംഗങ്ങളോ മന്ത്രിമാരും ഒക്കെ എഴുന്നേറ്റുന്ന ആ കാര്യങ്ങൾ വിശദീകരിക്കാറുണ്ട്. എന്നാൽ പോലും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അതുപോലും അഡ്രസ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. അല്ലെ, നമ്മൾ ഇതിന്റെ കാര്യത്തിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് മോദിക്ക് ഒന്നും പറയാനുള്ളതെല്ലാം ഇങ്ങോട്ട് പറയുന്നുണ്ട്. പക്ഷെ ജനങ്ങൾക്ക് ചോദിക്കാനുള്ള, ജനങ്ങളുടെ ഒരു മീഡിയേറ്റർ ആയിട്ടാണ്, ജനങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ടാണല്ലോ മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പം ജനങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യമാണ് മാധ്യമങ്ങളും ചോദിക്കുന്നത്. അതിന് മറുപടി പറയാൻ തയ്യാറാവില്ല, അല്ലെങ്കിൽ തയ്യാറല്ല എന്ന് പറയുന്നത് തന്നെ ഒരു ഏകാധിപതിയുടെ സ്വരം തന്നെയാണ്. അതുകൂടാതെ ഇതിന് മുമ്പത്തെ പ്രധാനമന്ത്രിമാരുടെ, ഇപ്പൊ നെഹ്റുവിന്റെ ഒക്കെ കാലത്ത് വിട്ടേക്കാം, കാരണം ആ സമയത്തൊക്കെ മാധ്യമങ്ങളൊക്കെ കുറവായിരുന്നു എന്നായിരിക്കും. പിന്നെ 10 വർഷം ഭരിച്ച മൻമോഹൻ സിംഗിന്റെ കാലത്ത് 150 അതിൽ കൂടുതൽ പത്രസമ്മേളനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ 10 വർഷത്തെ ഏകദേശം കണക്കാക്കുമ്പോൾ ഒരു വർഷം 10 പത്രസമ്മേളനങ്ങളൊക്കെ അല്ലെങ്കിൽ മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ രാജീവ് ഗാന്ധി ആണെങ്കിലും, രാജീവ് ഗാന്ധി ഉൾപ്പെടെ ഉള്ള പിന്നെ വന്ന വാജ്പേയി പോലും കൃത്യമായിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ എത്തുമായിരുന്നു. പക്ഷെ ഇത്രയും 12 വർഷം കഴിഞ്ഞിട്ടും മോദി വരാതിരിക്കുന്നത് വലിയൊരു എന്താ പറയാ മോശം കാര്യങ്ങൾ തന്നെയാണ്. മോശം കാര്യത്തിൽ നിന്ന് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഞാനൊരു ഏകാധിപതിയാണ്. ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളാണ് മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നതെന്നാണ്. ഒരു രാജ്യത്ത്, പ്രത്യേകിച്ച് ഒരു ജനാധിപത്യ രാജ്യത്ത് ഏറ്റവും നന്നായി കാര്യങ്ങൾ നടന്നു പോകണമെങ്കിൽ, അല്ലെങ്കിൽ അതൊരു പൂർണ്ണമായി ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യമാണ് എന്ന് നമ്മൾ പറയുന്നത് ഒരു നല്ല ഭരണപക്ഷം ഉണ്ടാകണം, അതിശക്തമായ ഒരു പ്രതിപക്ഷം ഉണ്ടാകണം, പിന്നെ ഭരണപക്ഷത്തെ വിമർശിക്കാൻ കഴിയുന്ന മാധ്യമങ്ങൾ ഉണ്ടാകണം. നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയുമ്പോൾ പോലും ഭരണപക്ഷത്തെ വിമർശിക്കുമ്പോൾ മാത്രമാണ് അവിടെ ശരിയായ ദിശയിൽ കാര്യങ്ങൾ പോകുന്നത്. സാധാരണ ഇതിന് മോദിക്ക് മുൻപുള്ള പ്രധാനമന്ത്രിമാരെയൊക്കെ എടുക്കുമ്പോൾ അവർ വിദേശ രാജ്യത്ത് പോകുമ്പോൾ പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങളിലെ മാധ്യമ പ്രവർത്തകരെ കൂടി കൊണ്ടുപോകും. അത് അവർ പറയുന്ന കാര്യങ്ങൾ, അത് ഏറ്റവും നല്ല കാര്യമാണ്. കാര്യങ്ങളെ കുറച്ചുകൂടി വ്യക്തമായി അനലൈസ് ചെയ്യുന്നത്. ഇപ്പോൾ സ്വാഭാവികമായും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആരോ ആകട്ടെ, ഇപ്പൊ മോദി പോയാലും മൻമോഹൻ സിംഗ് പോയാലും നെഹ്റു പോയാലും അവർ പറയാൻ പോകുന്ന പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. അതിനൊരു നെഗറ്റീവ് വശം ഉണ്ടോ എന്ന് ക്രിട്ടിക്കൽ തിങ്ക് ചെയ്യാൻ പോകുന്നത് മാധ്യമ പ്രവർത്തകർക്ക്. അവരെ കൊണ്ടുപോകും. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ അവിടെ പോകുന്നു, ആരെയും കൂടെ കൊണ്ടുപോകുന്നില്ല. മോദി എന്താണോ പറയുന്നത് ഏതൊക്കെയോ കരാറിൽ ഒപ്പുവയ്ക്കുന്നു, പ്രസ് റിലീസ് ഇറക്കുന്നു, അത് മാധ്യമങ്ങൾ പിന്നെ പ്രസിദ്ധീകരിക്കുന്നു. ഇതല്ലാതെ അവിടെ എന്ത് നടക്കുന്നു, എന്താണ് കാര്യങ്ങൾ എന്നുള്ളത് ആരും ഒന്നും അന്വേഷിക്കുന്നില്ലല്ലോ. അല്ല, കാർട്ടൂണിസ്റ്റ് ആയ ശങ്കറിനോട് പണ്ട് ജവഹർലാൽ നെഹ്റു പറഞ്ഞിരുന്നു, എന്നെയും വിമർശിക്കണം എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ഉള്ള രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് ഇപ്പോൾ. ഒരു മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു തവണ പോലും, അധികാരത്തിലേറി 12 വർഷം കഴിയുമ്പോൾ ഒരു തവണ പോലും മാധ്യമങ്ങളെ കാണാനോ അഡ്രസ് ചെയ്യാനോ സംസാരിക്കാനോ ധൈര്യം കാണിക്കാത്തതെന്ന് പറയുന്നത് അത് BJPയുടെ മിടുക്കല്ല. ഒന്ന്, അവരുടെ ഏകാധിപത്യ രീതി. 2 എന്ന് പറയുന്നത് അത്രയും വലിയ പരാജയമാണ് മോദി എന്ന് വേണം മനസ്സിലാക്കാൻ. വിമർശിച്ച മാധ്യമ സ്ഥാപനങ്ങളുടെ അവസ്ഥ ഇപ്പൊ അറിയാലോ. അല്ല, വിമർശിച്ച മാധ്യമ സ്ഥാപനങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് പോലെ, അതുപോലെ തന്നെ ഇനിയിപ്പോ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഇദ്ദേഹം നരേന്ദ്രമോദി മാധ്യമങ്ങൾ അഡ്രസ് ചെയ്യുകയാണെങ്കിൽ പോലും പലരും ചോദ്യങ്ങൾ ചോദിക്കില്ല. ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ആ സ്ഥാപനം പൂട്ടേണ്ടി വരുന്ന ഒരു രീതിയിലേക്ക്. അപ്പൊ അത്തരം കാര്യങ്ങളൊന്നും അംഗീകരിക്കാൻ കഴിയില്ല. പല വിഷയങ്ങളിലും സത്യം പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് മോദി മാധ്യമങ്ങളെ അഡ്രസ് ചെയ്യാത്തതിന്റെ പ്രധാന കാരണം പല വിഷയങ്ങൾക്കും അദ്ദേഹത്തിന്റെ വ്യക്തമായ ഉത്തരങ്ങളില്ല. വാ തുറന്ന് മണ്ടത്തരം പറയുന്നതിനേക്കാൾ നല്ലത്, മുമ്പൊരു ഇന്റർവ്യൂ നമ്മൾ കണ്ടിട്ടുണ്ട്, പകുതിയിൽ വെച്ച് ക്ഷുഭിതനായി ഇറങ്ങിപ്പോകുന്ന അല്ലെങ്കിൽ ഉത്തരം പറയാതെ പോകുന്ന മോദിയെ കണ്ടിട്ട് അതിനുശേഷം പിന്നെ അദ്ദേഹം ഇന്റർവ്യൂകൾക്ക് പോലും അങ്ങനെ പോയി ഇരിക്കാറില്ല. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം എവിടെ എന്ത് പറയണമെന്ന്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്തോ, രാഷ്ട്രീയം സംസാരിക്കുന്നത് എന്തോ, വീണെടുത്ത് നിന്ന് അല്ലെങ്കിൽ മാധ്യമങ്ങളെല്ലാം താൻ തെറ്റുകാരനാണെന്ന് പറയുന്നിടത്ത് നിന്ന് പ്രധാനമന്ത്രി ഉയർന്നു വന്നതൊക്കെ രാഷ്ട്രീയമാണ്. അതൊക്കെ ശരിവെക്കുമ്പോഴും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്, ഒരു പാർട്ടിയുടെ വെറും നേതാവല്ല, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. അവിടെ മാധ്യമങ്ങളെയും ജനങ്ങളെയും അഡ്രസ് ചെയ്യുക തന്നെ വേണം. ഇതെല്ലാം ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ഒരു ഏകാധിപതിയുടെ സ്വരമാണ് രാജ്യത്ത് ഉയർന്നു കേൾക്കുന്നത് എന്ന് ജനങ്ങൾ, മാധ്യമ പ്രവർത്തകർ പറയുന്നതല്ല, ജനങ്ങൾ തന്നെ പറയുന്നുണ്ട്. ഇന്ത്യ ജനാധിപത്യ രാജ്യമാണെന്ന് പറയുമ്പോൾ മറ്റു രാജ്യങ്ങൾ ഇന്ത്യയെ നോക്കുന്നുണ്ട്. ഇന്ത്യയുടെ മാധ്യമ പ്രവർത്തകരുടെ അല്ലെങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യം എവിടെയാണ് എന്ന് അവർ നോക്കിക്കാണുന്നുണ്ട്. ഇന്ത്യ എത്ര നാൾ ജനാധിപത്യ രാജ്യമായി മുന്നോട്ട് പോകുമെന്ന് മറ്റു രാജ്യങ്ങൾ നോക്കിക്കാണുന്നുണ്ട്.